നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഗുഡ് ആഫ്റ്റർനൂണിലേക്ക് സ്വാഗതം. ഒട്ടേറെ പ്രേക്ഷകർ ഗുഡ് ആഫ്റ്റർനൂൺ അറിയിക്കുന്നുണ്ട്. തിരികെ എല്ലാവർക്കും ഗുഡ് ആഫ്റ്റർനൂൺ നൽകുന്നു. നമ്മൾ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് ആദ്യം കടക്കുന്നത്. സംസ്ഥാനത്ത് വീണ്ടും ബാർ കോഴ വിവാദം. മദ്യനയത്തിൽ ഇളവ് പ്രഖ്യാപിക്കണമെങ്കിൽ ബാർ ഉടമകൾ 2.5 ലക്ഷം രൂപ വീതം കോഴ നൽകണമെന്ന് സംഘടനാ വൈസ് പ്രസിഡന്റ് അനിമോന്റെ ശബ്ദരേഖ പുറത്ത്. സംസ്ഥാന പ്രസിഡന്റിന്റെ നിർദ്ദേശമനുസരിച്ചാണ് പണപ്പിരിവെന്നും അനിമോൻ പറയുന്നുണ്ട്. ആരോപണങ്ങൾ തള്ളി സംസ്ഥാന പ്രസിഡന്റ് വി സുനിൽകുമാർ രംഗത്തെത്തി. മദ്യനയത്തിലെ ഇളവിന് പകരമായി പണപ്പിരിവ് നിർദ്ദേശിച്ച് ഫെഡറേഷൻ ഓഫ് കേരള ഹോട്ടൽ അസോസിയേഷന്റെ സംസ്ഥാന നേതാവും ഇടുക്കി ജില്ലാ പ്രസിഡന്റുമായ അനിമോനാണ് ബാർ ഉടമകളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ശബ്ദ സന്ദേശം അയച്ചത്. ഡ്രൈ ഡേ ഒഴിവാക്കാനും ബാർ സമയം കൂട്ടാനുമടക്കം ഒരാൾ 2 ലക്ഷം രൂപ നൽകണം. ഇടുക്കി ജില്ലയിൽ നിന്ന് ഒരു ഹോട്ടൽ മാത്രമാണ് 2.5 ലക്ഷം രൂപ നൽകിയത്. സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റിന്റെ നിർദ്ദേശപ്രകാരമാണ് പിരിവെന്നും അനിമോൻ ശബ്ദ സന്ദേശത്തിൽ പറയുന്നു. പുതിയ പോളിസി ഇപ്പോൾ ഇലക്ഷൻ കഴിഞ്ഞാൽ ഉടനെ വരുന്നതാണ്. അതിനകത്ത് നമ്മളിപ്പോൾ 1-ാം തീയതി ഡ്രൈ ഡേ എടുത്തു കളയും. അതുകൊണ്ട് 2.5 ലക്ഷം രൂപ വെച്ച് നമുക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ കൊടുക്കാൻ പറ്റുന്നവർ 2 ദിവസത്തിനുള്ളിൽ ഈ ഗ്രൂപ്പിലിടുക. ബാർ ഉടമകളുടെ സംഘടനയുടെ എക്സിക്യൂട്ടീവ് യോഗം ഇന്നലെ കൊച്ചിയിൽ ചേർന്നിരുന്നു. യോഗസ്ഥലത്ത് നിന്നാണ് ശബ്ദ സന്ദേശം അയക്കുന്നതെന്നും അനിമോൻ പറയുന്നുണ്ട്. പിന്നീട് ശബ്ദ സന്ദേശം ഡിലീറ്റ് ചെയ്യുകയും ചെയ്തു. എന്നാൽ അനിമോനെ തള്ളി ഫെഡറേഷൻ ഓഫ് കേരള ഹോട്ടൽ അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് വി സുനിൽകുമാർ രംഗത്തെത്തി. അനുകൂലമായ മദ്യനയത്തിനു വേണ്ടി പണപ്പിരിവിന് നിർദ്ദേശിച്ചിട്ടില്ലെന്നും പിരിക്കാൻ പറഞ്ഞത് അസോസിയേഷൻ കെട്ടിട നിർമ്മാണത്തിനുള്ള ലോൺ തുകയാണെന്നും വി സുനിൽകുമാർ. എന്തെങ്കിലും ചെയ്യണമായിരുന്നെങ്കിൽ അന്ന് ബാർ തുറന്നു തന്നപ്പോഴാണ് ചെയ്യേണ്ടിയിരുന്നത്. അപ്പോൾ അതിനുശേഷം ഒരു ചർച്ചയും ഒരു ഭാഗത്തും ഉണ്ടായിട്ടില്ല. ഞങ്ങൾ അങ്ങനെ ഞങ്ങളോട് ഒരിക്കലും ഈ ഗവൺമെൻറ് ഒരു ആവശ്യത്തിനും അത്തരത്തിലൊരു ആവശ്യത്തിനും ഞങ്ങളെ സമീപിച്ചിട്ടില്ല. പുതിയ സംഘടനയുണ്ടാക്കാൻ ശ്രമിച്ചതിന് അനിമോനെ ഇന്നലെ സംഘടനയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരുന്നതായും വി സുനിൽകുമാർ പറഞ്ഞു. ബാർ ഉടമകളുടെ ആവശ്യങ്ങൾ പരിഗണിച്ചുള്ള പുതിയ മദ്യനയത്തിന് തിരക്കിട്ട ചർച്ചകൾ നടക്കുന്നതിനിടെയാണ് പുതിയ വിവാദം. UDF കാലത്തെ ബാർ കോഴ ആരോപണം അന്നത്തെ പ്രതിപക്ഷമായ LDF വലിയ രാഷ്ട്രീയ വിവാദമാക്കിയിരുന്നു. 24 തിരുവനന്തപുരം. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, അപ്പോൾ പുതിയ ബാർകോഴ വിവാദം ആയുധമാക്കുകയാണ് പ്രതിപക്ഷം. മദ്യനയത്തിൽ ഇളവ് വരുത്താൻ കോഴ വാങ്ങിയ മന്ത്രി MB രാജേഷ് രാജിവെക്കണമെന്ന് KPCC അധ്യക്ഷൻ K സുധാകരൻ ആവശ്യപ്പെട്ടു. തെരഞ്ഞെടുപ്പിന് മുൻപ് വലിയ തുക പിരിച്ചെന്നും ഇപ്പോൾ ആവശ്യപ്പെടുന്നത് കുടിശ്ശികയാണെന്നും K സുധാകരന്റെ ആരോപണം. മദ്യനയത്തിന്റെ പേരിൽ ബാർ ഉടമകളിൽ നിന്ന് കോടികൾ പിരിക്കാനുള്ള നീക്കം ഞെട്ടിപ്പിക്കുന്നത് എന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. എക്സൈസ് മന്ത്രി രാജിവെച്ചില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കുമെന്നും VD സതീശൻ പറഞ്ഞു. അപ്പോൾ അബ്കാരി ചട്ടങ്ങളിൽ ഭേദഗതി വരുത്തി തരാം തിരഞ്ഞെടുപ്പിന് ശേഷം, പെരുമാറ്റച്ചട്ടത്തിന് ശേഷം എന്നുള്ള ഉറപ്പിന്മേലാണ് ഇപ്പോൾ വ്യാപകമായി സംസ്ഥാനത്ത് ബാർ ഉടമകളുടെ കയ്യിൽ നിന്നും പണം പിരിക്കുന്നത്. ഇതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് എക്സൈസ് മന്ത്രി രാജിവെക്കണം എന്ന് കേരളത്തിൽ പ്രതിപക്ഷം ആവശ്യപ്പെടുകയാണ്. ഇക്കാര്യത്തിൽ സർക്കാർ നിലപാട് വിശദീകരിക്കുകയാണ് എക്സൈസ് മന്ത്രി MB രാജേഷ്. മദ്യനയവുമായി ബന്ധപ്പെട്ട് ബാർ ഉടമകളുമായി ഒരു ചർച്ചയും നടത്തിയിട്ടില്ല എന്ന് അദ്ദേഹം വിശദീകരിക്കുന്നു. മദ്യനയത്തിന്റെ പേരിൽ ആരെങ്കിലും പണപ്പിരിവിന് ശ്രമിച്ചാൽ ശക്തമായ നടപടിയെടുക്കും. ഡ്രൈ ഡേ മാറ്റാൻ സർക്കാർ തീരുമാനിച്ചിട്ടില്ലെന്നും മന്ത്രിയുടെ പ്രതികരണം. സർക്കാർ മദ്യനയത്തിന്റെ ആലോചനകളിലേക്ക് കടന്നിട്ടില്ല. മദ്യനയത്തിന്റെ ചർച്ചകൾ, പ്രാരംഭ ചർച്ചകൾ പോലും ആയിട്ടില്ല. അപ്പം അത്തരമൊരു സാഹചര്യത്തിൽ ഇങ്ങനെ മദ്യനയത്തിൽ ചില കാര്യങ്ങൾ നടപ്പിലാക്കാം എന്ന് പറഞ്ഞുകൊണ്ട് പണപ്പിരിവിന് ശ്രമിക്കുന്നു എന്നുള്ളത് വളരെ ഗൗരവത്തോടെയാണ് കാണുന്നത്. അതിശക്തമായിട്ടുള്ള നടപടി അത്തരക്കാർക്കെതിരായിട്ട് എടുക്കും. ഒരു തരത്തിലും അത് വെച്ചുപൊറുപ്പിക്കില്ല. കഴിഞ്ഞ ഒരു മാസമായി മാധ്യമങ്ങളിൽ നിരന്തരമായിട്ട് വാർത്ത വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ചെയ്യാൻ പോകുന്നു, ഇങ്ങനെ ചെയ്യാൻ പോകുന്നു എന്നൊക്കെയുള്ള വാർത്തകൾ. ആ വാർത്തകളുടെ പശ്ചാത്തലത്തിൽ അതുപയോഗപ്പെടുത്തിക്കൊണ്ട് ആരെങ്കിലും പണപ്പിരിവിന് ശ്രമിച്ചാൽ ശക്തമായ നടപടി അക്കാര്യത്തിലെടുക്കും. ബാർകോഴ വിവാദത്തിൽ സർക്കാർ അടിയന്തര അന്വേഷണത്തിൽ ഉത്തരവിടണമെന്ന് CPI നേതാവ് KK ശിവരാമൻ. പണമുണ്ടെങ്കിൽ സർക്കാരിനെ സ്വാധീനിക്കാൻ കഴിയുമെന്ന വെളിപ്പെടുത്തൽ ഗൗരവതരം. സത്യാവസ്ഥ പുറത്തു വരണമെന്നും KK ശിവരാമൻ പറഞ്ഞു. ഇങ്ങനെ കുറേ ബാർ ഉടമകൾ വിചാരിച്ചാൽ ഒരു ഗവൺമെൻറ് അവർക്ക് വഴങ്ങിക്കൊടുക്കും എന്ന ധാരണ സമൂഹത്തിൽ പടരാൻ പാടില്ല. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പിന്നിൽ ഒരു ഗൂഢാലോചനയുണ്ടോ എന്ന് സംശയമുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും വളരെ ബോധപൂർവമാണ് വാട്സപ്പ് ഗ്രൂപ്പിലൂടെ അനിമോൻ ഇത്തരം ഒരു അറിയിപ്പ് അല്ലെങ്കിൽ ഇങ്ങനെ തീരുമാനം ബാർ ഉടമകളെ അറിയിച്ചത് എന്നാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെക്കുറിച്ച് വളരെ ഗൗരവമേറിയ അന്വേഷണം നടത്തേണ്ടതുണ്ട്. VA ഗിരീഷുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് വാർത്തയുടെ വിശദാംശങ്ങളുമായി. ഇപ്പോൾ ഗിരീഷ്, നേരത്തെ ഒരു ബാർകോഴ വിവാദം നമ്മുടെ മുൻപിലുണ്ട്. അതിൻ്റെ ഭാഗമായുണ്ടായ രാഷ്ട്രീയ മാറ്റങ്ങൾ, അങ്ങനെ വലിയ അലയൊലികൾ ഉണ്ടാക്കിയതാണ് അത് കേരള രാഷ്ട്രീയത്തിൽ. ഇപ്പോഴെന്താണ് വിവാദം? ഇതേത് നിലയ്ക്കാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് ഗിരീഷ്?
ഉന്മേഷ്, പുതിയ ബാർക്കോഴ വിവാദം കേരള രാഷ്ട്രീയത്തിൽ വീണ്ടും ഒരു ചർച്ചയും വിവാദവും ഒക്കെ ആയി മാറുകയാണ്. നിയമസഭാ സമ്മേളനം ചേരാൻ ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗമാണ് തീരുമാനം എടുത്തത്. ഇനി 2 ആഴ്ച മാത്രമാണ് നിയമസഭാ സമ്മേളനം ചേരാനായിട്ടുള്ളത്. സ്വാഭാവികമായും ഇപ്പോൾ ഉയർന്നു വന്ന ഈ പുതിയ ബാർക്കോഴ വിവാദം സർക്കാരിനെ അതോടൊപ്പം തന്നെ ഇടതുമുന്നണിയെയും പ്രതിരോധത്തിലാക്കുന്നുണ്ട്. കോഴ വാങ്ങിയില്ലെങ്കിൽ പോലും പുതിയ മദ്യനയത്തിൻ്റെ പേരിൽ അല്ലെങ്കിൽ അതിൻ്റെ മറവിൽ വലിയ തരത്തിലുള്ള പിരിവ് നടക്കുന്നു എന്ന വസ്തുത സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്നു, ഇടതുമുന്നണിയെ അസ്വസ്ഥമാക്കുകയും ചെയ്യുന്നു. സ്വാഭാവികമായും ഈ ഒരു കോഴ ആരോപണം വലിയ തരത്തിൽ ഉയർത്തിക്കൊണ്ടുവരാൻ തന്നെയാണ് പ്രതിപക്ഷത്തിൻ്റെ തീരുമാനം. ഇതൊരു രാഷ്ട്രീയ ആയുധമാക്കി മാറ്റുക എന്നുള്ളത് തന്നെയാണ് പ്രതിപക്ഷം തീരുമാനിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ചില സൂചനകളാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവിൻ്റെയും അതോടൊപ്പം തന്നെ KPCC പ്രസിഡന്റിൻ്റെയും ഒക്കെ വാക്കുകളിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നത്. കാരണം വലിയ തരത്തിൽ ഒരു കോഴ ഇടപാട് നടന്നിരിക്കുന്നു. 25 കോടിയോളം രൂപയുടെ കോഴയാണ് പുതിയ മദ്യനയവുമായി ബന്ധപ്പെട്ട് നടന്നിരിക്കുന്നത്. തെരഞ്ഞെടുപ്പിന് മുമ്പ് ഈ തുക വാങ്ങിയിരിക്കുന്നു. ഇതിൽ കുടിശ്ശികയുള്ളതാണ് ഇപ്പോൾ പിരിച്ചെടുക്കുന്നത് എന്നുള്ളതാണ് KPCC പ്രസിഡന്റ് K. സുധാകരൻ പറഞ്ഞിരിക്കുന്നത്. പ്രതിപക്ഷ നേതാവ് VD സതീശനാകട്ടെ ഈ ആരോപണത്തെ കുറച്ചും കൂടി ശക്തമായി ഉന്നയിക്കുകയും ചെയ്തിരിക്കുന്നു. മന്ത്രി MP രാജേഷിന്റെ രാജി ആണ് ഇപ്പോൾ പ്രതിപക്ഷം ആവശ്യപ്പെടുന്നത്. ഇതിൽ നിന്ന് അദ്ദേഹം വ്യതിചലിക്കാൻ അല്ലെങ്കിൽ രാജിവെച്ചില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കുമെന്നും ഇപ്പോൾ പ്രതിപക്ഷം മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. അതായത് സഭയ്ക്ക് അകത്തും പുറത്തും വലിയ തരത്തിലുള്ള പ്രതിഷേധത്തിനാണ് ഇപ്പോൾ പ്രതിപക്ഷം തീരുമാനിച്ചിരിക്കുന്നത്. ഉന്മേഷ്, VA ഗിരീഷാണ് തിരുവനന്തപുരത്ത് നിന്ന് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുന്നത്. മഴയുമായി ബന്ധപ്പെട്ടും ബാർക്കോഴയുമായി ബന്ധപ്പെട്ടും ഒട്ടേറെ പ്രേക്ഷകരുടെ പ്രതികരണങ്ങളൊക്കെ വരുന്നുണ്ട്. കേരളത്തിൽ മറ്റ് തൊഴിലുകളില്ല, ബാർ തുറക്കേണ്ടിടത്ത് ബാർ തുറക്കണം, ജനങ്ങൾക്ക് തൊഴിൽ വേണം, ടൂറിസ്റ്റ് മേഖല വർദ്ധിക്കണം, ഈ നാട്ടിൽ വേറെ എവിടെ നിന്നാണ് പിരിവ്, ഇവിടെ എണ്ണപ്പിരിവ്, സ്വർണ്ണ കമ്പനി ഇല്ലല്ലോ എന്നിങ്ങനെ പരിഹാസ രൂപേണയുള്ള പ്രതികരണങ്ങൾ കൂടി വരുന്നുണ്ട്. കുടിക്കാത്തവർക്ക് ഈ സർക്കാർ നികുതി ഏർപ്പെടുത്തുമെന്നുള്ള പരിഹാസ രൂപേണയുള്ള കമന്റ് ജാസ്വിൻ ജേവിൻ്റെ ഭാഗത്തു നിന്ന് വരുന്നുണ്ട്. അങ്ങനെ ഒട്ടേറെ പ്രേക്ഷകർ ഈ വാർത്തകളുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പ്രതികരണങ്ങൾ അറിയിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പുതിയ ബാർക്കോഴ വിവാദത്തിൽ ഇടുക്കി അണക്കരയിലെ സ്പൈസ് ഗ്രൂവ് ഹോട്ടൽ പണം നൽകിയെന്ന സംഘടനാ നേതാവ് അനിമോന്റെ ശബ്ദ സന്ദേശം തള്ളി എക്സിക്യൂട്ടീവ് ഡയറക്ടർ അരവിന്ദാക്ഷൻ. പണം നൽകണമെന്ന് സംഘടന ആവശ്യപ്പെട്ടിട്ടില്ല. ഓഫീസ് കെട്ടിടപണിയുമായി ബന്ധപ്പെട്ട് സംഘടനയിൽ ചിലരുമായി അഭിപ്രായ വ്യത്യാസമുണ്ടെന്നും അരവിന്ദാക്ഷൻ പറഞ്ഞു. കൊടുത്തിട്ടില്ല, അതുമായിട്ട് ബന്ധപ്പെട്ട് സംഘടന നമ്മളോട് ആവശ്യപ്പെട്ടിട്ടില്ല. അതെന്താ നമുക്കറിയില്ല. നമ്മുടെ പേര് പറഞ്ഞപ്പോൾ ന്യൂസിലൊക്കെ കേൾക്കുന്നുണ്ട്. പക്ഷേ നമ്മളോട് ആവശ്യപ്പെട്ടിട്ടില്ല. നമ്മൾ കൊടുക്കുന്ന ഫയലുണ്ടായിട്ടില്ല. പക്ഷെ നമ്മൾ കൊടുത്തിട്ടില്ല, നമ്മളോട് ആവശ്യപ്പെട്ടിട്ടില്ല. അതുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ ഒരു കളക്ഷനുകളായിട്ട് നമുക്ക് അറിയിക്കില്ല. അതൊരു സംഘടന ഓഫീസ് കെട്ടിടം പണിയുന്നതുമായിട്ട് ബന്ധപ്പെട്ട ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. മറ്റ് വലിയ ഗൗരവമുള്ള കാര്യമായിട്ട് അറിയില്ല. ചോദിച്ചിട്ടുമില്ല, അങ്ങനെ ഒരു ഇടപാട് നടന്നിട്ടില്ല. നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുമില്ല, നമ്മൾ കൊടുത്തിട്ടുമില്ല. അത്തരത്തിലൊരു ഇടപാട് നടക്കുന്നതിനെ സംബന്ധിച്ച് നമുക്ക് അറിവില്ല. രാഹുൽ വിജയനുണ്ട് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ഇപ്പോൾ ഇടുക്കിയിൽ നിന്ന്. രാഹുൽ, എന്താണ് അദ്ദേഹം വിശദീകരിക്കുന്നത്? ഉന്മേഷ്, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അനിമോന്റെ ശബ്ദ സന്ദേശം പുറത്തു വന്നപ്പോൾ ഈ പണം 2.5 ലക്ഷം രൂപ കൊടുത്ത ആ ബാർ ഹോട്ടലുകളുടെ പേരിൽ ഏറ്റവും പ്രധാനമായും പറഞ്ഞത് ഈ അണക്കരയിലെ സ്പൈസ് ഗ്രോവ് ആണ്. അതെന്തായാലും ആ ആരോപണം അല്ലെങ്കിൽ അത്തരം ഒരു കാര്യത്തെ പൂർണ്ണമായിട്ടും തള്ളുകയാണ് ഇതിന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായിട്ടുള്ള അരവിന്ദാക്ഷൻ. ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. ഈ സ്പൈസ് ഗ്രോവ് എന്ന് പറയുന്ന ബാർ ഹോട്ടലിൽ ഈ അനിമോനും പങ്കാളിയാണ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരു ഷെയർ അദ്ദേഹത്തിനും ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. എന്തായാലും ആ ബാറിന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ തന്നെ അത്തരമൊരു ഇടപാട് നടന്നിട്ടില്ല, പണം കൊടുത്തിട്ടില്ല എന്ന് വെളിപ്പെടുത്തിയിരിക്കുകയാണ്. മാത്രമല്ല പണം കൊടുക്കണമെന്ന് സംഘടന ആവശ്യപ്പെട്ടിട്ടില്ല എന്നും പണപ്പിരിവുമായി ബന്ധപ്പെട്ട യാതൊരു ചർച്ചയും സംഘടനയിൽ നടന്നിട്ടില്ല എന്നും അരവിന്ദാക്ഷൻ പറയുന്നുണ്ട്. ഈ സംഘടനയുടെ ഓഫീസ് കെട്ടിടവും നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ചില തർക്കങ്ങൾ ഉടലെടുത്തിരുന്നു. അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ മാത്രമേ തനിക്ക് അറിയൂ. അല്ലാത്ത പക്ഷം ഈ പണപ്പിരിവ് എന്തിന്റെ പേരിലാണ് പറഞ്ഞതെന്നോ അല്ലെങ്കിൽ ഏത് രീതിയിലാണ് ഇതിനെ കണ്ടതെന്നോ തനിക്കറിയില്ല എന്നുള്ളതാണ് അരവിന്ദാക്ഷൻ പറയുന്നത്. ശരി രാഹുൽ വിജയനാണ് ഇടുക്കിയിൽ നിന്ന് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. എവിടെയൊക്കെ മഴയുണ്ടെന്ന് ഒട്ടേറെ പ്രേക്ഷകർ ഇങ്ങനെ കമന്റായി ചോദിക്കുന്നുണ്ടായിരുന്നു. നമ്മളിനി പോകുന്നത് മഴ വാർത്തകളിലേക്കാണ്. മഴ തിമിർത്തു പെയ്യുന്നു.
അങ്ങനെ തിമിർത്ത് പെയ്യുകയാണ് മഴ. 2 ദിവസം കൂടി മഴയുണ്ടാകുമെന്നാണ് കാലാവസ്ഥാ കേന്ദ്രം അറിയിക്കുന്നത്. ഇന്ന് മധ്യ കേരളത്തിലും വടക്കൻ കേരളത്തിലും അതിശക്തമായ മഴയ്ക്കാണ് സാധ്യതയുള്ളത്. അലക്സ് റാം മുഹമ്മദുണ്ട് വിശദാംശങ്ങളുമായി ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന്. അലക്സ്, എന്നുവരെ മഴ തുടരും അലക്സ്? ഉന്മേഷ, സംസ്ഥാനത്ത് 2 ദിവസം കൂടി ശക്തമായ മഴ തുടരുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് അറിയിക്കുന്നത്. ഇന്ന് മധ്യ കേരളത്തിലും വടക്കൻ കേരളത്തിലും അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. തെക്കൻ കേരളത്തിലെ ചില ജില്ലകളിലും അതിശക്തമായ മഴ ലഭിക്കും. പ്രത്യേകിച്ച് പത്തനംതിട്ട പോലുള്ള ജില്ലകളിൽ അതിശക്തമായ മഴ തുടരുമെന്നാണ് മുന്നറിയിപ്പ്. ഇന്ന് 14 ജില്ലകളിലും മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് 8 ജില്ലകളിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. 6 ജില്ലകളിൽ യെല്ലോ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. നാളെ 7 ജില്ലകളിൽ ശക്തമായ മഴയ്ക്കുള്ള സാധ്യതാ മുന്നറിയിപ്പ് യെല്ലോ അലർട്ട് ഉണ്ട്. അതായത് മലയോര മേഖലയിൽ ജാഗ്രത തുടരണം എന്ന് തന്നെയാണ്. പ്രത്യേകിച്ച് ഈ മലയോര ജില്ലകളിൽ പ്രത്യേക ശ്രദ്ധ വേണം. കാരണം കഴിഞ്ഞ ദിവസങ്ങൾ കൂടുതലായി മഴ പെയ്യുന്ന പ്രദേശങ്ങളാണ് അവിടെ. അതിനാൽ ഈ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി തന്നെ സൂചിപ്പിച്ചിരുന്നു, പെട്ടെന്നുള്ള മഴയാണ്, അപ്രതീക്ഷിതമായ മഴയിൽ കൂടുതൽ മഴ ലഭിക്കുന്നു, കുറഞ്ഞ സമയത്തിൽ കൂടുതൽ മഴ ലഭിക്കുന്നു എന്നുള്ളതാണ്. അത് വലിയ രീതിയിൽ മണ്ണിടിച്ചിൽ, മിന്നൽ പ്രളയം പോലുള്ള കാര്യങ്ങൾക്കൊക്കെ സാധ്യതയുണ്ട് എന്നുള്ളതാണ് മുഖ്യമന്ത്രി തന്നെ മുന്നറിയിപ്പ് നൽകുന്നത്. കർശനമായ ജാഗ്രത തുടരേണ്ടതുണ്ട്. പ്രത്യേകിച്ച് മലയോര മേഖലയിൽ മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും കൂടി സാധ്യതയുണ്ടെന്ന പ്രവചനമുണ്ട്. പൊതുജനങ്ങൾ ഇടിമിന്നൽ ജാഗ്രതാ നിർദ്ദേശങ്ങൾ പാലിക്കണം. കേരള തീരത്ത് ഇനിയൊരു അറിയിപ്പുണ്ടാകുന്ന മത്സ്യബന്ധനത്തിന് ഏർപ്പെടുത്തിയ വിലക്ക് തുടരുകയാണ്. കാരണം കേരള തീരത്തൊരു ന്യൂനമർദ്ദം നിലനിൽക്കുന്നു. അതിനാൽ ശക്തമായ കാറ്റ് അറബിക്കടലിലുണ്ട് എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നത്. അത് മാത്രമല്ല, ബംഗാൾ ഉൾക്കടലിലെ ന്യൂനമർദ്ദം തീവ്ര ന്യൂനമർദ്ദമായി ശക്തി പ്രാപിച്ചതായും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നുണ്ട്. ഞായറാഴ്ചയോടെ ബംഗ്ലാദേശിൽ ഇത് ചുഴലിക്കാറ്റായി മാറി കര തൊടാനാണ് സാധ്യത. ഉന്മേഷ്. ശരി അലക്സ്, ഏതായാലും മഴ 2 ദിവസം കൂടി തുടരുമെന്നാണ് കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. സജീവൻ എടപ്പാൾ പറയുന്നുണ്ട് ഇവിടെ ഇപ്പോൾ മഴയില്ല, എടപ്പാളിലാണ് എന്ന് പ്രതീക്ഷിക്കുന്നു. അദ്ദേഹത്തിന്റെ പ്രതികരണം വരുന്നുണ്ട്. പ്രദീപ് നായർ പറയുന്നുണ്ട്, ഉന്മേഷെ ഒന്നും മനസ്സിലാവുന്നില്ല, ഒന്ന് സ്പീഡ് കുറയ്ക്കൂ എന്നാണ് അദ്ദേഹം പറയുന്നത്. സ്പീഡ് കുറച്ച് നമ്മൾ അടുത്ത വാർത്തയിലേക്ക് പോകുന്നു. കനത്ത മഴയിൽ കൊച്ചിയിൽ ഇന്നും പലയിടത്തും വെള്ളക്കെട്ട് രൂപപ്പെട്ടു. കളമശ്ശേരിയിൽ ദേശീയപാതയിൽ വെള്ളം കയറി, ഗതാഗതം തടസ്സപ്പെട്ടു. ആലുവയിൽ വീടുകളിലും കടകളിലും വെള്ളം കയറി. എറണാകുളം കാക്കനാട് ദുരിതാശ്വാസ ക്യാമ്പ് തുറന്നു. രാത്രി മുതൽ നിർത്താതെ പെയ്ത ശക്തമായ മഴയിൽ കൊച്ചി നഗരത്തിന്റെ പല ഭാഗങ്ങളിലും ഇന്നും വെള്ളം കയറി. ഉച്ചയോടെ മഴ മാറി നിന്നിട്ടും കലൂർ സ്റ്റേഡിയം റോഡ്, KSRTC സ്റ്റാൻഡ്, ഇടപ്പള്ളി സിഗ്നൽ എന്നിവിടങ്ങളിൽ വെള്ളം പൂർണ്ണമായും ഇറങ്ങിയിട്ടില്ല. കളമശ്ശേരി നഗരസഭാ വാർഡ് 25-ൽ 15-ലധികം വീടുകളിൽ വെള്ളം കയറി. ആലുവ പുളിഞ്ചോട്ടിൽ ദേശീയപാതയിൽ വെള്ളം കയറിയത് ഗതാഗതം ദുസ്സഹമാക്കി. മേഖലയിലെ കടകളിലും വീടുകളിലും വരെ വെള്ളം ഇരച്ചെത്തി. കനത്ത മഴയിൽ മണ്ണിടിച്ചിൽ ഭീഷണി നിലനിൽക്കുന്ന കാക്കനാട് അത്താണി കീരേലിമല കോളനിയിലെ 9 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. വിവിധ ബ്യൂറോകൾക്കൊപ്പം എസ് ശ്രീകാന്ത്, 24 കൊച്ചി. കനത്ത മഴയിൽ സംസ്ഥാനത്ത് മഴക്കെടുതി രൂക്ഷമാണ്. തൃശൂരിൽ 2ഇടങ്ങളിൽ മരങ്ങൾ കടപുഴകി ഗതാഗതം തടസ്സപ്പെട്ടു. ചരിത്രപ്രസിദ്ധമായ വിദ്യാർത്ഥി കോർണറിന്റെ അടിത്തറ ഇളകി. കാസർഗോഡ് പുലിമുട്ടിലിടിച്ച് മീൻപിടുത്ത ബോട്ടും. കണ്ണൂരിൽ കനത്ത മഴയിൽ വിമാനത്താവളത്തിന്റെ മതിലും തകർന്നു. ആലപ്പുഴയിൽ ദേശീയപാതയിലെ വെള്ളക്കെട്ട് നീക്കാൻ നടപടി സ്വീകരിക്കാൻ മന്ത്രി പി പ്രസാദ് നിർദ്ദേശം നൽകി. സംസ്ഥാനത്ത് കനത്ത മഴയിൽ വ്യാപക നാശനഷ്ടം. തൃശൂരിൽ സ്വരാജ് റൌണ്ടിന് സമീപവും പൂങ്കുന്നത്തും വൻമരങ്ങൾ കടപുഴകി 2 പെട്ടി ഓട്ടോറിക്ഷകളും 1 കാറും ബൈക്കും തകർന്നു. ഇരുപാതകളിലും ഗതാഗതം ഏറെ നേരം തടസ്സപ്പെട്ടു. കോഴിക്കോട് കൊയിലാണ്ടി താലൂക്ക് ആശുപത്രി കോമ്പൗണ്ടിലും മരം വീണു. തൃശൂർ തേക്കിൻകാട് മൈതാനിയിലെ ചരിത്രപ്രസിദ്ധമായ വിദ്യാർത്ഥി കോർണറിന്റെ അടിത്തറയും കനത്ത മഴയിൽ തകർന്നു. അപകട ഭീഷണിയിലായ വിദ്യാർത്ഥി കോർണർ ഉടൻ പുനർനിർമ്മിക്കുമെന്ന് കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് MK സുദർശൻ അറിയിച്ചു. മഴയായതുകൊണ്ട് ആ മണ്ണ് കുതിർന്ന് പിന്നെ അതുപോലെ തന്നെ ഇത് കരിങ്കല്ല് പോയിന്റ് ചെയ്ത് കെട്ടിയൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് വെള്ളത്തിൻ്റെ തള്ളിച്ചുകൊണ്ട് ഇടിഞ്ഞാണെന്നുള്ളതാണ് ഇപ്പോഴത്തെ നമ്മുടെ മരാമത്തിൻ്റെ നിഗമനം. വളരെ ലാൻഡ്മാർക്കായിട്ടുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ അതുകൊണ്ട് അതിന് വളരെ നല്ല രീതിയിൽ തന്നെ നമുക്കത് പുനർനിർമ്മിക്കണം. കനത്ത മഴയിൽ കണ്ണൂർ വിമാനത്താവളത്തിന്റെ ചുറ്റുമതിൽ തകർന്നു. വിമാനത്താവളത്തിൽ നിന്ന് കുത്തിയൊലിച്ചെത്തിയ വെള്ളം സമീപത്തെ വീടുകളിൽ ഉൾപ്പെടെ കയറി. കാസർഗോഡ് ശക്തമായ മഴയിൽ പുലിമുട്ടിലിടിച്ച് മീൻപിടുത്ത ബോട്ട് തകർന്നു. നീലേശ്വരം തൈക്കടപ്പുറത്ത് പുഴയിൽ നങ്കൂരമിട്ട കാർത്തിക എന്ന ബോട്ടാണ് തകർന്നത്. ആലപ്പുഴ തുറവൂരിലെ വെള്ളക്കെട്ട് ഒഴിവാക്കാൻ മന്ത്രി പി പ്രസാദ് നിർദ്ദേശം നൽകി. കുട്ടനാട്ടിലെ വെള്ളക്കെട്ട് ഒഴിവാക്കാൻ തോട്ടപ്പള്ളി പൊഴിമുറിക്കാനും തീരുമാനമായി. ബേപ്പൂരിൽ കടലിലകപ്പെട്ട മത്സ്യബന്ധന തൊഴിലാളികളെ ഫിഷറീസ് മറീൻ എൻഫോഴ്സ്മെന്റ് റെസ്ക്യൂ ടീം രക്ഷിച്ചു. പയ്യോളിയിൽ നിന്നും ബേപ്പൂരിൽ അറ്റകുറ്റപ്പണിക്കായി കൊണ്ടുപോയ വള്ളമാണ് കടലിൽ കുടുങ്ങിയത്.
തിരുവനന്തപുരം പാറശാലയിൽ ഗാന്ധി പാർക്കിന് സമീപം കൂറ്റൻ മരമൊടിഞ്ഞു വീണ കാറും ബൈക്കും തകർന്നു. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 തൃശൂർ. ആമിന പറയുന്നുണ്ട്, ചൂടായിരുന്നപ്പോൾ എല്ലാവരും ചൂട് ഒന്ന് മഴ പെയ്താൽ മതി എന്നായിരുന്നു. ഇപ്പോൾ മഴ വന്നപ്പോൾ മഴക്കെടുതിയായി എന്നാണ് പ്രതികരണം. നമ്മൾ അടുത്ത വാർത്തയിലേക്ക് പോകുന്നു. സംസ്ഥാനത്ത് പച്ചക്കറി വിലയിൽ വൻ വർധന. പല ഇനങ്ങൾക്കും വില ഇരട്ടിയിലധികമായി. കാലാവസ്ഥയിലുണ്ടായ മാറ്റത്തെ തുടർന്ന് കൃഷി കുറഞ്ഞതാണ് വില വർധനവിന് കാരണം എന്നാണ് കച്ചവടക്കാർ പറയുന്നത്. കഴിഞ്ഞ 2 ആഴ്ചയിലധികമായി സംസ്ഥാനത്തെ പച്ചക്കറി വിലയിൽ വൻ വർധനവാണ് ഉണ്ടാകുന്നത്. ഭൂരിഭാഗം പച്ചക്കറികൾക്കും വിപണിയിൽ വില ഇരട്ടിയായി. 100 രൂപയിൽ താഴെയായിരുന്ന പയറിന്റെ വിലയാണ് ഏറ്റവും ഉയർന്നത്. കിലോയ്ക്ക് 200 രൂപ വരെ ആയിട്ടുണ്ട് പലയിടങ്ങളിലും. പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി എന്നിവയ്ക്കും പൊള്ളുന്ന വിലയാണ്. എല്ലാ സാധനത്തിനും വിലവുള്ള, ബീൻസ് വിലവുള്ള, വെണ്ടയ്ക്ക വിലവുള്ള, ക്യാരറ്റ് വിലവുള്ള. പാവപ്പെട്ട നമ്മളിപ്പം വിൽക്കുന്നുണ്ട്, കുഴപ്പമില്ല. മേടിക്കാൻ പറ്റുന്ന 1 കിലോ 50 രൂപയ്ക്ക് മേടിക്കാൻ പറ്റും. ബീൻസ് ഒക്കെ കഴിഞ്ഞ ദിവസം വാങ്ങിക്കാൻ 170 രൂപ 175 രൂപയൊക്കെയാണ് ഹോൾസെയിൽ. എങ്ങനെ വാങ്ങിക്കാൻ പറ്റും? എല്ലാ സാധനങ്ങളും ഭയങ്കര വില. കാലാവസ്ഥയിലുണ്ടായ മാറ്റമാണ് പച്ചക്കറി വില ഉയരാനുള്ള പ്രധാന കാരണം. വേനൽ കടുത്തതിനെ തുടർന്ന് തമിഴ്നാട്ടിലും കർണാടകയിലും കൃഷി കുറഞ്ഞു. വിളവിനെയും വേനൽ ബാധിച്ചിരുന്നു. തമിഴ്നാട്ടിലെ മഴയുമാണ്, പിന്നെ സാധനങ്ങൾ തീരെ കുറവാണ്. കൃഷി കുറവാന്ന് തോന്നുന്നു. ബീൻസൊക്കെ തീരെ കുറവാണ്. ബീൻസൊക്കെ വന്നിട്ട് കുറച്ച് ദിവസമായി, കുറച്ച് ബീൻസ് വരുന്നുള്ളൂ. കടുത്ത വേനലിന് പിന്നാലെ മഴക്കാലം കൂടി ശക്തമായതോടെ പച്ചക്കറി വില ഇനിയും ഉയർന്നേക്കുമെന്നാണ് വ്യാപാരികൾ പറയുന്നത്. 24 കോട്ടയം. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഗുഡ് ആഫ്റ്റർനൂണിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ മദ്യനയവുമായി ബന്ധപ്പെട്ട് KCBCയുടെ പ്രതികരണത്തിലേക്ക് പോകുന്നു. മദ്യപ്രളയം സൃഷ്ടിച്ച് ജനദ്രോഹം തുടരുകയാണ് സർക്കാർ എന്നാണ് KCBC ഇപ്പോൾ ഉന്നയിക്കുന്ന വിമർശനം. പ്രകടന പത്രിക അട്ടിമറിച്ചുള്ള മദ്യനയത്തെ ചെറുത്ത് തോൽപ്പിക്കുമെന്ന് KCBC വ്യക്തമാക്കുന്നു. അശ്വിൻ പാലാഴിയുണ്ട് കൊച്ചിയിൽ നിന്ന്. അശ്വിൻ, എന്താണ് KCBCയുടെ നിലപാട്? ഉമേഷ്, മദ്യനയവുമായി ബന്ധപ്പെട്ട പുതിയ വാർത്തകൾ പുറത്തു വന്നതിന് പിന്നാലെയാണ് KCBC മദ്യവിരുദ്ധ സമിതി പത്രക്കുറിപ്പിലൂടെ അവരുടെ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത്. തീർത്തും LDF സർക്കാരിന്റെ പുതിയ മദ്യനയത്തിന് എതിരായ പ്രസ്താവനയാണ് KCBCയുടെ മദ്യവിരുദ്ധ സമിതി പുറപ്പെടുവിച്ചിരിക്കുന്നത്. ജനങ്ങളെ കബളിപ്പിക്കുകയാണ്. അത് ഈ കഴിഞ്ഞ പ്രകടന പത്രികയുമായി ബന്ധപ്പെട്ട് അതിൽ പറഞ്ഞ വാഗ്ദാനങ്ങൾ പൂർണ്ണമായും തള്ളിക്കളഞ്ഞുകൊണ്ട് അത് അട്ടിമറിച്ചുകൊണ്ട് ജനങ്ങളെ കബളിപ്പിക്കുകയാണ് LDF സർക്കാർ എന്നാണ് KCBCയുടെ നിലപാട്. ഒപ്പം ഡ്രൈഡേ പിൻവലിക്കലും IT പാർക്കുകളിലെ ബാറും എന്നീ പുതിയ നയങ്ങളെ പൂർണ്ണമായും എതിർക്കുന്നുണ്ട്. ഇത് പുതിയ തലമുറയുടെ അവരുടെ മദ്യ ആസക്തിയെ ചൂഷണം ചെയ്യാനുള്ള, അല്ലെങ്കിൽ അതിനെ ബലഹീനതയെ ചൂഷണം ചെയ്യാനുള്ള നിലപാടാണ് എന്നും പറയുന്നു. ഒപ്പം ഇത് തിരുത്താൻ, പുതിയ മദ്യനയം തിരുത്താൻ മുഖ്യമന്ത്രി തയ്യാറാകണമെന്ന് കൂടി ആവശ്യപ്പെടുന്നു. ഒപ്പം പ്രതിപക്ഷത്തിനെതിരെ വിമർശനമുണ്ട്. പ്രതിപക്ഷം പുതിയ മദ്യനയത്തിൽ തണുത്തുറഞ്ഞിരിക്കുന്നു എന്നുകൂടി പറഞ്ഞുകൊണ്ടാണ് അവരുടെ പ്രസ്താവന അവസാനിപ്പിക്കുന്നത്. എന്തായാലും ശക്തമായ എതിർപ്പാണ് KCBC മദ്യവിരുദ്ധ സമിതി പുതിയ മദ്യനയവുമായി ബന്ധപ്പെട്ട് അറിയിച്ചിരിക്കുന്നത്. ശരി, അശ്വിൻ പാലാഴിയാണ് വിവരങ്ങൾ നൽകിയത്. ബാലകൃഷ്ണക്കുറുപ്പ് പറയുന്നുണ്ട്, ഡൽഹിയിൽ 47 ഡിഗ്രി ചൂടാണ്, കുറച്ചു മഴ ഡൽഹിക്ക് തരണേ എന്നാണ് അദ്ദേഹം ആവശ്യപ്പെടുന്നത്. ദിനേശ് ഹരിപ്പാടിന്റെ ഒരു പ്രതികരണം വരുന്നുണ്ട്. ഹരിപ്പാട് നാഷണൽ ഹൈവേ പനച്ചൂർ റോഡിലിട്ടുള്ള എൻട്രി മണ്ണിട്ട് ബ്ലോക്ക് ചെയ്തത് മൂലം 40 കുടുംബങ്ങൾക്ക് യാത്രാ സ്വാതന്ത്ര്യം നഷ്ടമായിരിക്കുന്നു. എങ്ങോട്ടും പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇക്കാര്യത്തിൽ നടപടി ഉണ്ടാകണം എന്നാണ് ദിനേശ് ഹരിപ്പാട് ആവശ്യപ്പെടുന്നത്. തദ്ദേശ സ്ഥാപനങ്ങളിലെ വാർഡ് പുനർവിഭജനത്തിനുള്ള ഓർഡിനൻസിനു പകരം ബില്ല് കൊണ്ടുവരാൻ തീരുമാനം. ഓർഡിനൻസ് നിലനിൽക്കാത്തതുകൊണ്ട് അടുത്ത നിയമസഭാ സമ്മേളനത്തിൽ ബില്ല് പാസാക്കാനാണ് നീക്കം. ജൂൺ 10 മുതൽ നിയമസഭാ സമ്മേളനം വിളിച്ചു ചേർക്കുന്നതിന് ഗവർണറോട് ശുപാർശ ചെയ്യാൻ ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു. സംസ്ഥാനത്തെ തദ്ദേശ സ്ഥാപനങ്ങളിലെ വാർഡുകളുടെ എണ്ണം വർദ്ധിപ്പിക്കാൻ വേണ്ടിയാണ് പ്രത്യേക മന്ത്രിസഭാ യോഗം ചേർന്ന് ഓർഡിനൻസ് പുറത്തിറക്കിയത്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അനുമതിയില്ലാത്തതുകൊണ്ട് ഓർഡിനൻസിൽ ഒപ്പുവെക്കാൻ കഴിയില്ലെന്ന് ചൂണ്ടിക്കാട്ടി ഗവർണർ ഓർഡിനൻസ് മടക്കി. സർക്കാർ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചെങ്കിലും വേഗത്തിൽ അനുമതി കിട്ടിയില്ല. ഇതോടെയാണ് ഓർഡിനൻസിന് പകരം ബില്ല് കൊണ്ടുവരാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചത്. ജൂൺ 10 മുതൽ ജൂലൈ അവസാനം വരെ നിയമസഭാ സമ്മേളനം വിളിച്ചു ചേർക്കുന്നതിന് ഗവർണറോട് ശുപാർശ ചെയ്യാൻ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു. ഈ നിയമസഭാ സമ്മേളനത്തിൽ തന്നെ ബില്ല് പാസാക്കാനാണ് തീരുമാനം. അടുത്ത തദ്ദേശ തെരഞ്ഞെടുപ്പ് പുതിയ വാർഡുകളുടെ അടിസ്ഥാനത്തിൽ വേണമെന്ന മുന്നണി തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഓർഡിനൻസിന് പകരം ബില്ല് തന്നെ കൊണ്ടുവരാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചത്. 24 തിരുവനന്തപുരം. നേരത്തെ നമ്മൾ പച്ചക്കറി വില വർദ്ധിച്ചു എന്നുള്ള വാർത്ത നൽകിയിരുന്നു. ശ്രീരാജ് കാലിക്കറ്റ് പറയുന്നു, വിലക്കയറ്റത്തിനെതിരെ ഒന്നും ചെയ്യാനില്ലേ, പച്ചക്കറിക്ക് മാത്രമല്ല ഈ വില വർധനയുള്ളത്, ചിക്കന്റെ കാര്യമടക്കം അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ശ്രീരാജ് കാലിക്കറ്റ്. കാസർഗോഡ് പടന്നക്കാട് 10 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച കേസിൽ പ്രതി പിടിയിൽ. കുടക് സ്വദേശി PS സലീമിനെയാണ് ആന്ധ്രാപ്രദേശിൽ നിന്ന് പ്രത്യേക അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്തത്. പ്രതിയുമായി പോലീസ് കാസർഗോട്ടേക്ക് തിരിച്ചു. ആന്ധ്രാപ്രദേശിൽ ഒളിവിൽ കഴിയവെയാണ് PS സലീം പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ പിടിയിലാകുന്നത്. സ്വന്തമായി മൊബൈൽ ഫോൺ ഉപയോഗിക്കാത്ത പ്രതി മറ്റൊരാളുടെ ഫോണിൽ നിന്ന് വീട്ടിലേക്ക് വിളിച്ചതാണ് അന്വേഷണത്തിൽ വഴിത്തിരിവായത്.
ഈ ഫോൺ കോൾ കേന്ദ്രീകരിച്ച് പോലീസ് നടത്തിയ തെരച്ചിലിൽ യഥാർത്ഥ ഫോൺ ഉടമയെ കണ്ടെത്തി. തുടർന്ന് ഇയാളെ ചോദ്യം ചെയ്തതോടെ സലീം എവിടെയുണ്ടെന്ന വിവരം അന്വേഷണ സംഘത്തിന് ലഭിച്ചു. പോലീസിനെ കണ്ട് രക്ഷപ്പെടാൻ ശ്രമിച്ച പ്രതിയെ അന്വേഷണ സംഘം വലയിലാക്കി. ഇന്നലെ രാത്രിയോടെ കസ്റ്റഡിയിലെടുത്ത സലീമിനെയും കൊണ്ട് പോലീസ് കാസർകോടേക്ക് തിരിച്ചു. ഇന്ന് രാത്രിയോടെ സലീമിനെ കാഞ്ഞങ്ങാട് ഡിവൈഎസ്പി ഓഫീസിലെത്തിക്കും. പ്രതിയെ വിശദമായി ചോദ്യം ചെയ്യുന്നതോടെ കുറ്റകൃത്യം സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ ലഭിക്കുമെന്നാണ് അന്വേഷണ സംഘത്തിന്റെ പ്രതീക്ഷ. CCTV കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതിയെ സംബന്ധിച്ച സൂചന പോലീസിന് ലഭിച്ചത്. സലീമിനായി കർണാടക, ആന്ധ്രാപ്രദേശ്, മഹാരാഷ്ട്ര എന്നിവിടങ്ങളിൽ പോലീസ് അന്വേഷണം വ്യാപിപ്പിച്ചിരുന്നു. 24 കാസർഗോഡ്. നമ്മളിന് മലപ്പുറം പൊന്നാനിയിലേക്കാണ് പോകുന്നത്. അവിടെ യുവാവിനെ ആളുമാറി ജയിലിലടച്ച സംഭവത്തിൽ സ്പെഷ്യൽ ബ്രാഞ്ച് ഡിവൈഎസ്പിയുടെ ജില്ലാ പോലീസ് മേധാവി റിപ്പോർട്ട് തേടി. റിപ്പോർട്ട് ലഭിച്ച ശേഷം തുടർ നടപടികളിലേക്ക് കടന്നേക്കും. പൊന്നാനി പോലീസിന് വീഴ്ചയുണ്ടായി എന്നാണ് പ്രാഥമിക വിലയിരുത്തൽ. ജീവനാംശം നൽകുന്നില്ലെന്ന ഭാര്യയുടെ പരാതിയിൽ വടക്കേപ്പുറത്ത് അബൂബക്കറിനെ അറസ്റ്റ് ചെയ്യാൻ തിരൂർ കുടുംബ കോടതി ഉത്തരവിട്ടിരുന്നു. എന്നാൽ ആളുമാറി പോലീസ് അറസ്റ്റ് ചെയ്തത് ആലുങ്ങൽ അബൂബക്കറിനെ. പോലീസിന്റെ അശ്രദ്ധ മൂലം അബൂബക്കർ ജയിലിൽ കിടന്നത് 4 ദിവസം. ഇതിനെതിരെ അബൂബക്കറിന്റെ കുടുംബം കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ്. പോലീസിന്റെ ഗുരുതരമായ വീഴ്ച 24 വാർത്തയാക്കിയതിന് പിന്നാലെ സ്പെഷ്യൽ ബ്രാഞ്ച് ഡിവൈഎസ്പിയോട് ജില്ലാ പോലീസ് മേധാവി റിപ്പോർട്ട് തേടി. റിപ്പോർട്ട് ലഭിച്ച ശേഷം തുടർ നടപടികളിലേക്ക് കടക്കും. സംഭവത്തിൽ പൊന്നാനി പോലീസിന് വീഴ്ചയുണ്ടായതായാണ് പ്രാഥമിക വിലയിരുത്തൽ. കുടുംബ പ്രശ്നവുമായി ബന്ധപ്പെട്ട് ആലുങ്ങൽ അബൂബക്കറിന്റെ പേരിൽ ഭാര്യ നേരത്തെ പോലീസിൽ പരാതി നൽകിയിരുന്നു. ആദ്യം ഈ കേസാണെന്ന് കരുതിയെങ്കിലും പിന്നീട് വീട്ടുപേരിൽ മാറ്റമുണ്ടെന്ന് അബൂബക്കർ പോലീസിനോട് പറഞ്ഞിരുന്നു. പക്ഷേ പോലീസ് ഇതു കേൾക്കാതെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. 24 മലപ്പുറം. പെരിയാറിലെ മത്സ്യക്കുരുതിയിൽ നടപടി ഘടിപ്പിച്ച് ഏരൂർ നഗരസഭ. മാലിന്യമൊഴുക്കുന്ന കമ്പനികളുടെ പട്ടിക ആവശ്യപ്പെട്ട് മലിനീകരണ നിയന്ത്രണ ബോർഡിന് കത്തയച്ചു. മത്സ്യ കർഷകർക്ക് അടിയന്തര ധനസഹായം നൽകാനുള്ള ശ്രമം സർക്കാർ ആരംഭിച്ചു. ഔദ്യോഗികമായി സ്ഥിരീകരണം വന്നിട്ടില്ലെങ്കിലും പെരിയാറിലൂടെ ഒഴുക്കിയ രാസമാലിന്യമാണ് മത്സ്യക്കുരുതിക്ക് കാരണമെന്ന് വ്യക്തമായിട്ടുണ്ട്. ജലവിഭവ വകുപ്പിന്റെ റിപ്പോർട്ടിലും ഇതേ പരാമർശമുണ്ട്. ഈ പശ്ചാത്തലത്തിലാണ് പെരിയാറിലേക്ക് മാലിന്യമൊഴുക്കുന്ന കമ്പനികളുടെ പട്ടിക ഏലൂർ നഗരസഭ ആവശ്യപ്പെട്ടത്. കമ്പനികളിൽ നിന്ന് 50,000 രൂപ വരെ പിഴ ഈടാക്കാനാണ് തീരുമാനം. പെരിയാറിൽ ഇനി മത്സ്യക്കുരുതി ആവർത്തിക്കരുതെന്നും നഷ്ടം ഉടൻ പരിഹരിക്കണമെന്നുമാണ് മത്സ്യകർഷകരുടെ ആവശ്യം. നമ്മൾക്ക് പൂർണ്ണ നഷ്ടം നമുക്ക് എന്ത് സംഭവിച്ചോ അതല്ലാതെ നമുക്ക് കിട്ടണം തന്നെയാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടേക്കുന്നത്. അതുപോലെ തന്നെ ഇനി മേലിൽ ഇതുപോലെ ഒരു സംഭവം ഇവിടെ ഉണ്ടാകാൻ പാടില്ല. ബണ്ടിന്റെ അവിടം വരെ നമ്മൾ ഇനി കൂടിയിട്ട് നടത്തും. ഇനി ഒരു കാരണവശാലും ഒരു തുള്ളി വെള്ളം, ഈ വിഷാംശമായ വെള്ളം ഈ ബണ്ടിന്റെ പുറത്തോട്ട് വന്നാൽ മത്സ്യക്കുരുതി ഉണ്ടാവാത്ത അവസ്ഥയിൽ നമ്മളവിടെ കൂടി നമുക്ക് അറിയാവുന്ന വിധത്തിൽ അവർക്ക് ഇതിന്റെ ഒരു ബോധം വേണം. ഒരു വെള്ളം തുറന്നു വിട്ടാൽ ഈ മീനുകൾ ചാകും എന്നുള്ളത്. മത്സ്യക്കുരുതിക്ക് കാരണം മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ അനാസ്ഥയെന്ന പ്രതിപക്ഷ നേതാവ് VD സതീശൻ കുറ്റപ്പെടുത്തി. പെരിയാറിലെ മത്സ്യക്കുരുതിയെ സംബന്ധിച്ച് സർക്കാർ നിസ്സംഗരായി നിൽക്കുകയാണ്. പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ഇതിന്റെ അകത്ത് കുറ്റകരമായ അനാസ്ഥ കാണിച്ചിട്ടുണ്ട്. കർഷകർക്ക് അടിയന്തര സഹായം കൈമാറുന്നതിനായി മന്ത്രി P രാജീവിന്റെ നേതൃത്വത്തിൽ ഇന്ന് വരാപ്പുഴയിൽ യോഗം ചേരും. സബ് കളക്ടറുടെ അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാകും തുടർ നടപടി. ശനിയാഴ്ച റിപ്പോർട്ട് സർക്കാരിന് കൈമാറും. 24 കൊച്ചി. മഴയുണ്ട് പലയിടങ്ങളിലും. നഗരത്തിലൊക്കെ വെള്ളക്കെട്ട് ഉണ്ടാകുന്ന സാഹചര്യത്തെ മുൻനിർത്തിയാണ് ടോക്ക് ബൈ റസിയ ചാലക്കിൽ നിന്നുള്ള അക്കൗണ്ടിൽ നിന്നുള്ള പ്രതികരണം. അശാസ്ത്രീയമായ ഡ്രൈനേജ് സംവിധാനം, നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇതെല്ലാമാണ് നഗരത്തിലെ വെള്ളക്കെട്ടിന് കാരണം. വെള്ളമൊഴുകിപ്പോയിരുന്ന വഴികൾ മനുഷ്യൻ കയ്യേറിയതിൻ്റെ ദുരന്ത ഫലമാണ് എന്നാണ് ആ പ്രതികരണം വ്യക്തമാക്കുന്നത്. നെടുമ്പാശ്ശേരി അവയവക്കടത്ത് കേസിൽ അന്വേഷണം ശക്തമാക്കുന്നു പോലീസ് ഇപ്പോൾ. സാബിത്തിന്റെ സുഹൃത്തും അവയവക്കടത്തിലെ പ്രധാനിയുമായ കൊച്ചി സ്വദേശി മധു ഇറാനിൽ ഉണ്ട് എന്നാണ് കണ്ടെത്തൽ. സാബിത്തിന് പുറമെ കൊച്ചി സ്വദേശിയായ മധുവും അവയവക്കടത്തിലെ പ്രധാനി എന്നാണ് പോലീസ് നിഗമനം. ഇയാൾ വർഷങ്ങളായി ഇറാനിലാണെന്നാണ് വിവരം. ഇന്ത്യൻ എംബസിയുമായി പോലീസ് ബന്ധപ്പെട്ടു. കൂടുതൽ മലയാളികൾ സംഘത്തിലുണ്ടോ എന്നും പരിശോധിക്കുന്നുണ്ട്. പിടിയിലായ സാബിത്തിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് നിലവിലെ അന്വേഷണം. പ്രതിയുടെ കോൾ വിവരങ്ങൾ ശേഖരിക്കാൻ സ്വകാര്യ മൊബൈൽ കമ്പനിക്ക് നോട്ടീസ് നൽകി. സാബിത്തിന്റെ പാസ്പോർട്ടും ബാങ്ക് രേഖകളും നേരത്തെ പോലീസ് പിടിച്ചെടുത്തിരുന്നു. ഇരയായ പാലക്കാട് സ്വദേശി ഷമീറിനെ കണ്ടെത്താനുള്ള ശ്രമവും തുടരുകയാണ്. തൃശൂർ ജില്ലയിലെ 7 പേർ അവയവം കൈമാറിയതിൽ പങ്കില്ലെന്നാണ് സാബിത്തിന്റെ മൊഴി. വിഷ്ണു സുരേഷ്, 24 കൊച്ചി. നമ്മളിനി പോകുന്നത് തെരഞ്ഞെടുപ്പ് വാർത്തകളിലേക്കാണ്. ICL FinCorp 24 ഇലക്ഷൻ സമർപ്പിക്കുന്നത് ICL FinCorp, the intelligent choice.
പോളിംഗ് ശതമാനം പുറത്തുവിടണമെന്ന ഹർജിയിൽ തൽക്കാലം ഇടപെടാൻ കഴിയില്ല എന്ന് സുപ്രീം കോടതി. തെരഞ്ഞെടുപ്പിനിടെ ഇലക്ഷൻ കമ്മീഷനെ ബുദ്ധിമുട്ടിക്കാനാകില്ല എന്ന് സുപ്രീം കോടതി വ്യക്തമാക്കി. സന്നദ്ധ സംഘടനയായ ADRന്റെ ഹർജി തെരഞ്ഞെടുപ്പിന് ശേഷം പരിഗണിക്കും. രാധാകൃഷ്ണൻ ഇപ്പോൾ വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്തുകൊണ്ടാണ് ഈ പോളിംഗ് ശതമാനം പുറത്തുവിടാത്തെന്നുള്ള ചോദ്യം കുറേ നാളുകളായി ഉയരുന്നുണ്ട്. സുപ്രീം കോടതി എന്ത് നിലപാട് സ്വീകരിച്ചു ഇന്ന്? ഉന്മേഷ്, ഇതിൽ സുപ്രീം കോടതി എന്തെങ്കിലും ഒരു മുൻവിധിയോടുകൂടിയുള്ള നിലപാടിലേക്ക് പോകാൻ തയ്യാറായില്ല. മറിച്ച് വിഷയം പരിശോധിക്കാം എന്ന നിലപാട് തന്നെയാണ് സുപ്രീം കോടതി കൈക്കൊണ്ടത്. പക്ഷേ അതിനുള്ള സമയം ഇപ്പോഴല്ല എന്ന് സുപ്രീം കോടതി വ്യക്തമാക്കുകയും ചെയ്തു. അതുകൊണ്ട് ഇടക്കാല ആശ്വാസം നൽകുന്ന ഏതെങ്കിലും വിധത്തിലുള്ള ഒരു ഇടപെടലിന് തയ്യാറല്ല എന്നാണ് ഇപ്പോൾ കോടതി അറിയിച്ചത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ തന്നെ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള നടപടികളുടെ തിരക്കിലാണ്. അത് തങ്ങൾക്ക് നന്നായി അറിയുകയും ചെയ്യാം. അതുകൊണ്ട് ഈ ഘട്ടത്തിൽ ഏതെങ്കിലും ഒരു ഇടപെടൽ നടത്താനായിട്ട് തയ്യാറല്ല. കേസ് തെരഞ്ഞെടുപ്പിന് ശേഷം പരിഗണിക്കാം എന്ന നിലപാട് സ്വീകരിക്കുകയായിരുന്നു. തുടർന്ന് കേസ് മാറ്റിവെച്ചു. ഹർജിക്കാർ വാദിച്ചത് ഈ പെർസെൻറ്റേജിന്റെ കാര്യത്തിൽ ആദ്യം വിടുന്നതുമായി ബന്ധപ്പെട്ട് വലിയ വ്യത്യാസമാണ് അന്തിമ ഫലത്തിൽ വരുന്ന പെർസെൻറ്റേജിന് ഉണ്ടാകുന്നത്. ഇതടക്കം അസ്വാഭാവികത ദൃശ്യമാകുന്നുണ്ട്. അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഈ വേളയിൽ ഏറ്റവും അടിയന്തരമായിട്ട് ഇടപെടണം എന്നുള്ളതായിരുന്നു ഈ ഹർജിക്കാരുടെ വാദം. അത് പക്ഷേ സുപ്രീം കോടതി അംഗീകരിച്ചില്ല. ഉന്മേഷ്, ശരി. രാധാകൃഷ്ണനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 6ാം ഘട്ട വോട്ടെടുപ്പ് നാളെ നടക്കാനിരിക്കെ ആരോപണ പ്രത്യാരോപണങ്ങളുമായി കളം നിറയുകയാണ് നേതാക്കൾ. ദേശീയ വികാരങ്ങളെ ദേശവിരുദ്ധമായി ചിത്രീകരിക്കുന്ന BJPക്ക് ഈ തെരഞ്ഞെടുപ്പ് കനത്ത തിരിച്ചടി നൽകുമെന്നാണ് കോൺഗ്രസ് നേതാവ് പ്രിയങ്ക ഗാന്ധിയുടെ പ്രതികരണം. അഴിമതിക്കാരോട് പൊറുക്കാൻ രാജ്യത്തെ ജനങ്ങൾക്ക് സാധിക്കാത്തിടത്തോളം കാലം BJP അധികാരത്തിൽ തുടരുമെന്ന് പ്രധാനമന്ത്രി തിരിച്ചടിച്ചു. 10 सालों से आप देख रहे हैं बड़ी बातें मंच पे, देशभक्ति की बातें मैं पूछना चाहती हूँ, कौन है वो देशभक्त जो इस देश को की आत्मा को नहीं समझ पाया, जो इस देश के किसान का आदर नहीं कर पाया? कौन है वो देशभक्त? തെരഞ്ഞെടുപ്പ് വിജയം ഇന്ത്യ മുന്നണിക്ക് അന്യമാണെന്ന വാദമാണ് പ്രധാനമന്ത്രി ഇന്നും ഉയർത്തിയത്. എല്ലാ പൊതുജന താല്പര്യങ്ങൾക്കുമെതിരാണ് ഇന്ത്യ മുന്നണിയുടെ ഘടന. അഴിമതിക്കാരെ സാമാന്യവൽക്കരിക്കുകയാണ് ഇന്ത്യ മുന്നണി ചെയ്യുന്നത്. मोदी ने कांग्रेस के मुकाबले कई गुना ज्यादा पैसे दिए. मोदी ने कहा है बॉर्डर पर सड़कें बनाओ, इंफ्रास्ट्रक्चर बनाओ. आज बॉर्डर किनारे सैकड़ों किलोमीटर नई सड़कें बनी है. आज बॉर्डर किनारे रहने वाले फौजियों का, हमारे लोगों का जीवन आसान हुआ है. ഡൽഹിയിലെയും ഹരിയാനയിലെയും മുഴുവൻ സീറ്റുകളിലേക്കും നാളെയാണ് വോട്ടെടുപ്പ്. നിശബ്ദ പ്രചരണ ദിവസമായ ഇവിടങ്ങളിൽ പ്രധാനപ്പെട്ട നേതാക്കന്മാരുടെ നേതൃത്വത്തിൽ വീടുകൾ കയറിയുള്ള പ്രചരണമാണ് ഇന്ന് നടക്കുന്നത്. ഉത്തരേന്ത്യയിലെ കനത്ത ചൂട് പോളിംഗ് ശതമാനത്തെ ബാധിക്കുമോ എന്ന ആശങ്ക പ്രധാന രാഷ്ട്രീയ പാർട്ടികൾ പങ്കുവയ്ക്കുന്നു. മെഹബൂബ മുഫ്തി, മനേകാ ഗാന്ധി, മനോഹർലാൽ ഖട്ടർ, കന്നയ്യകുമാർ, ധർമ്മേന്ദ്ര പ്രധാൻ എന്നിവരടക്കം 889 സ്ഥാനാർത്ഥികളാണ് നാളെ ജനവിധി തേടുന്നത്. രാധാകൃഷ്ണൻ, 24, ഡൽഹി. ബാർക്കോഴ എന്ന ആരോപണം വരുന്ന പശ്ചാത്തലത്തിൽ മന്ത്രി MP രാജേഷ് ഇപ്പോൾ സംസ്ഥാന പോലീസ് മേധാവിക്ക് കത്ത് നൽകിയിരിക്കുന്നു. പണപ്പിരിവിനെക്കുറിച്ച് അന്വേഷിക്കണം, ശബ്ദ സന്ദേശത്തെക്കുറിച്ച് വിശദമായ അന്വേഷണം വേണം എന്നാണ് മന്ത്രി MP രാജേഷ് ഇപ്പോൾ DGPയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇക്കാര്യത്തിൽ കത്ത് നൽകിയിരിക്കുന്നു സംസ്ഥാന പോലീസ് മേധാവിക്ക്. മുംബൈക്കടുത്ത് ഡോംബിവലിയിൽ കെമിക്കൽ ഫാക്ടറിയിൽ ഉണ്ടായ സ്ഫോടനത്തിൽ മരിച്ചവരുടെ എണ്ണം 10ആയി. 60ഓളം പേർക്ക് പരിക്കേറ്റു. ഒളിവിൽ പോയ ഫാക്ടറി ഉടമയ്ക്കെതിരെ മനഃപൂർവ്വമല്ലാത്ത നരഹത്യ അടക്കമുള്ള വകുപ്പുകൾ ചുമത്തി പോലീസ് കേസെടുത്തു. കല്യാൺ ഡോംബിവലി MIDCക്കുള്ളിലെ ഫാക്ടറിയിലാണ് ഇന്നലെ ഉച്ചയോടെ സ്ഫോടനമുണ്ടായത്. ബോയിലറിലെ പൊട്ടിത്തെറിയിൽ നാട് അക്ഷരാർത്ഥത്തിൽ നടുങ്ങി. ഹൈഡ്രജൻ പെറോക്സൈഡാണ് സ്ഫോടനത്തിന് കാരണമായതെന്നാണ് നിഗമനം. രാസപ്രവർത്തനത്തിനിടെ വൻതോതിൽ ഓക്സിജൻ ഉൽപ്പാദിപ്പിക്കപ്പെടുകയും പൊട്ടിത്തെറിയിലേക്ക് പോവുകയുമായിരുന്നു. മാനദണ്ഡങ്ങൾ പാലിക്കാതെയുള്ള പ്രവർത്തനത്തിന് നേരത്തെ തന്നെ മുന്നറിയിപ്പ് ലഭിച്ച കമ്പനിയാണ് അമുദൻ കെമിക്കൽസ്. അതെല്ലാം അവഗണിച്ചതാണ് ദുരന്തത്തിലേക്ക് നയിച്ചതും. കമ്പനി ഉടമയ്ക്കും ഡയറക്ടർമാർക്കുമെതിരെ മാൻപാട പോലീസ് കേസെടുത്തു. മനഃപൂർവ്വമല്ലാത്ത നരഹത്യ അടക്കം വകുപ്പുകൾ ചുമത്തി. പ്രതികളെ ഉടൻ പിടികൂടാനാവുമെന്ന് പോലീസ് പറയുന്നു. മരിച്ചവരുടെ ബന്ധുക്കൾക്ക് സർക്കാർ 5 ലക്ഷം സഹായധനം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അടിക്കടി ഉണ്ടാവുന്ന സ്ഫോടനങ്ങളിൽ പ്രദേശവാസികൾ വലിയ ആശങ്കയിലാണ്. ജനസാന്ദ്രതയുള്ള മേഖലയിൽ നിന്ന് ഇത്തരം ഫാക്ടറികൾ മാറ്റാനുള്ള നടപടി ഉണ്ടാവുമെന്ന് മന്ത്രി ഉദയ് സാമന്ത് പറഞ്ഞു. 24, മുംബൈ. നേരത്തെ സൂചിപ്പിച്ച വാർത്തയുടെ വിശദാംശങ്ങളിലേക്കാണ് നമ്മളിനി പോകുന്നത്. ബാർ ഉടമകളുടെ പണപ്പിരിവുമായി ബന്ധപ്പെട്ട് പുറത്തുവന്ന ശബ്ദ സന്ദേശത്തിൽ അന്വേഷണം വേണമെന്നാണ് മന്ത്രി MP രാജേഷ് ഇപ്പോൾ സംസ്ഥാന പോലീസ് മേധാവിയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഷഫീദ് റാവുത്തർ തിരുവനന്തപുരത്ത് നിന്ന്. ഷഫീദ്, വിവരങ്ങൾ എന്തൊക്കെയാണ്?
ഉന്മേഷം, ഇന്നത്തെ ദിവസം ഏറെ വിവാദമായ ഒരു വാർത്തയായിരുന്നു ഈ മദ്യനയം അനുകൂലമാക്കാൻ ഈ ബാർ ഉടമകളുടെ സംഘടനാ പ്രതിനിധിയുടെ ഒരു ശബ്ദ സന്ദേശം. ഈ ശബ്ദ സന്ദേശത്തിൽ വിശദമായ അന്വേഷണം വേണം എന്നുള്ളതാണ് ഇപ്പോൾ മന്ത്രി എം പി രാജേഷ് DGP അറിയിച്ചിരിക്കുന്നത്. DGPക്ക് കത്ത് മുഖേനയാണ് എം പി രാജേഷ് വിവരം അന്വേഷിക്കുന്നത്. ശബ്ദ സന്ദേശത്തെക്കുറിച്ച് വിശദമായ അന്വേഷണം നടത്തി അക്കാര്യത്തിലെ ഫാക്ച്വൽ കാര്യങ്ങൾ കണ്ടെത്തണം എന്നാണ് മന്ത്രി കത്തിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. മന്ത്രിയുടെ ഓഫീസ് DGPക്ക്, സംസ്ഥാന പോലീസ് മേധാവിക്ക് പരാതിയും ഇതുമായി ബന്ധപ്പെട്ട് നൽകിയിട്ടുണ്ട്. അതായത് രാഷ്ട്രീയ ഗൂഢാലോചന അടക്കമുള്ള കാര്യങ്ങൾ കാര്യത്തിൽ സംശയിക്കണമെന്ന് മന്ത്രി എം പി രാജേഷ് വ്യക്തമാക്കിയിരുന്നു. ഇതിന് പിന്നാലെയാണ് അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് കത്തും നൽകിയിട്ടുള്ളത്. ശരി ഷഫീദ്, മന്ത്രി എം പി രാജേഷ് ഇപ്പോൾ DGPക്ക് കത്ത് നൽകിയിരിക്കുകയാണ് അന്വേഷണം ആവശ്യപ്പെട്ട്. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി ഗുഡ് ആഫ്റ്റർനൂണിലേക്ക് സ്വാഗതം. നമ്മൾ പന്തീരാങ്കാവ് വാർത്തയിലേക്കാണ് പോകുന്നത്. പന്തീരാങ്കാവ് ഗാർഹിക പീഡന കേസിൽ സസ്പെൻഷനിലായ പോലീസ് ഉദ്യോഗസ്ഥൻ ശരത് ലാലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് ഈ മാസം 31 മാറ്റി. ജാമ്യാപേക്ഷയിൽ പോലീസ് റിപ്പോർട്ട് സമർപ്പിക്കാൻ പ്രോസിക്യൂട്ടർ സമയം ആവശ്യപ്പെട്ടതോടെയാണ് കോഴിക്കോട് സെഷൻസ് കോടതി കേസ് പരിഗണിക്കുന്നത് മാറ്റിവെച്ചത്. ഒന്നാം പ്രതി രാഹുൽ P. ഗോപാലിനെ നാട്ടിലെത്തിക്കാനുള്ള ശ്രമത്തിലാണ് അന്വേഷണ സംഘം. കേസിലെ ഒന്നാം പ്രതി രാഹുൽ P. ഗോപാലിനെ വിദേശത്തേക്ക് കടക്കാൻ സഹായിച്ചു എന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് ശരത് ലാലിനെ സസ്പെൻഡ് ചെയ്തത്. കേസിൽ പ്രതി ചേർത്തതോടെ പന്തീരങ്കാവ് സ്റ്റേഷനിലെ സീനിയർ CPO ശരത് ലാൽ മുൻകൂർ ജാമ്യത്തിനായി അപേക്ഷ നൽകുകയായിരുന്നു. കേസ് പരിഗണിക്കുന്നത് 31 മാറ്റി. കേസിൽ 5ാം പ്രതിയാണ് ശരത് ലാൽ. രാഹുലിന്റെ മാതാവ് ഉഷാകുമാരിയും സഹോദരി കാർത്തികയും കേസിൽ 2ഉം 3ഉം പ്രതികളാണ്. ഇവരും മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിട്ടുണ്ട്. അപേക്ഷ 27 പരിഗണിക്കും. പെൺകുട്ടി കഴിഞ്ഞ ദിവസം JCM കോടതിയിൽ രഹസ്യമൊഴി നൽകിയിരുന്നു. കേസ് ഒത്തുതീർപ്പാക്കാൻ രാഹുൽ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ഒത്തുതീർപ്പിനില്ലെന്നും ഇനി ഒരു പെൺകുട്ടിക്കും ഇത്തരം അനുഭവം ഉണ്ടാകാതിരിക്കാൻ ശക്തമായ നടപടി വേണമെന്നുമാണ് കുടുംബം ആവശ്യപ്പെടുന്നത്. വിദേശത്തുള്ള രാഹുലിനെ നാട്ടിലെത്തിക്കാൻ അന്വേഷണ സംഘം ശ്രമം തുടരുകയാണ്. കേസിലെ 4ാം പ്രതി രാജേഷിനെ പോലീസ് അറസ്റ്റ് ചെയ്ത് വിട്ടയച്ചിരുന്നു. 24 കോഴിക്കോട്. കാസർഗോഡ് കാറടുക്ക അഗ്രികൾച്ചറിസ്റ്റ് വെൽഫെയർ കോപ്പറേറ്റീവ് സൊസൈറ്റി തട്ടിപ്പിന് ഇരയായവരിൽ എൻഡോസൾഫാൻ ദുരിതബാധിതയും ചികിത്സാവശ്യത്തിനായി പണം പിൻവലിക്കാൻ എത്തിയപ്പോൾ പണം നൽകാനാവില്ല എന്ന് പറഞ്ഞ് മടക്കി അയച്ചതായി മുണ്ടോൾ സ്വദേശി ലക്ഷ്മിയുടെ പരാതി. 1 ലക്ഷം രൂപയിൽ 5000 രൂപ മാത്രമാണ് ബാങ്കിൽ നിന്ന് കിട്ടിയത് എന്നാണ് ലക്ഷ്മി പറയുന്നത്. ലക്ഷ്മിയുടെയും സഹോദരി മീനാക്ഷിയുടെയും മുഖം കാണുന്നവർക്ക് എങ്ങനെ ഇവരെ പറ്റിക്കാൻ തോന്നും? അത്രയും നിഷ്കളങ്കരാണിവർ. വയസ്സുകാരിയാണ് കാസർഗോഡ് മുണ്ടോൾ സ്വദേശി ലക്ഷ്മി. എൻഡോസൾഫാൻ ദുരിതബാധിത. സുപ്രീം കോടതി വിധിയിലൂടെ ലഭിച്ച നഷ്ടപരിഹാര തുക കാറടുക്ക അഗ്രികൾച്ചറിസ്റ്റ് വെൽഫെയർ കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ നിക്ഷേപിച്ചപ്പോൾ ഇവർ ഇങ്ങനൊരു ചതി പ്രതീക്ഷിച്ചില്ല. 3 ലക്ഷത്തോളം രൂപ ബാങ്കിൽ നിക്ഷേപമുണ്ട്. അർബുദബാധിതയായ മൂത്ത സഹോദരിയുടെ ചികിത്സയ്ക്കായി പണം പിൻവലിക്കാൻ സൊസൈറ്റിയിലെത്തിയപ്പോൾ ബാങ്ക് ജീവനക്കാരിയുടെ പ്രതികരണം ഇങ്ങനെ. അപ്പ പറഞ്ഞേ പിന്നെ 1000 രൂപ ഉണ്ട് മതി ബൈനിന് പോകുക. പിന്നെ 1 ലക്ഷമൊന്നും വേണ്ടാന്ന്. 1 ലക്ഷം വേങ്ങാഞ്ഞ് ഞാൻ പോയത്. അപ്പോൾ 1 ലക്ഷം ചോദിക്കുമ്പോൾ പറഞ്ഞു 1 ലക്ഷം ഇല്ല ഇപ്പോൾ, പിന്നെ വേണം ഒരു 5000 തരാം എന്ന് പറഞ്ഞു. ലക്ഷ്മിയും മീനാക്ഷിയും ക്യാൻസർ ബാധിതയായ നാരായണിയുമാണ് വീട്ടിലുള്ളത്. പെൻഷൻ തുക മാത്രമാണ് ഏക ആശ്രയം. ഇനി ബാങ്കിലെ പണം തിരികെ കിട്ടുമോ എന്നാണ് ഇവരുടെ ചോദ്യം. നമുക്കുണ്ട്, ഒരു ഭയമുണ്ട്. കിട്ടുവപ്പാ അല്ല പോവുകപ്പാ ഇന്നെന്താക്കി കഴിഞ്ഞു. ചികിത്സയ്ക്കുള്ള പണത്തിനായി ഇനി എന്ത് ചെയ്യണമെന്നറിയില്ല. എന്നാലും തങ്ങളെ പറ്റിച്ചവരെക്കുറിച്ച് പറഞ്ഞ് നിഷ്കളങ്കമായ ചിരിയാണ് ഈ മുഖങ്ങളിൽ. സാധാരണക്കാരൻ അത്താണിയാവേണ്ട സഹകരണ സ്ഥാപനത്തിലെ അവസ്ഥയാണിത്. ചികിത്സാവശ്യത്തിന് സ്വന്തം പണം തിരികെ ചോദിച്ച നിക്ഷേപകരുടെ വല്ലാത്ത നിസ്സഹായത. മുണ്ടോളിൽ നിന്ന് അഭിലാഷ് പള്ളിക്കരയ്ക്കൊപ്പം അരുൺ പാറക്കൽ, 24. ഇപ്പോൾ ഒരു വാർത്ത ശ്രീകാന്ത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ലോകായുക്ത ചട്ട ഭേദഗതിയുമായി ബന്ധപ്പെട്ട് സർക്കാർ നടപടി ചോദ്യം ചെയ്ത് ഹൈക്കോടതിയിൽ ഹർജി എത്തിയിരിക്കുന്നു. ഭേദഗതി ഭരണഘടനാപരമായി നിലനിൽക്കില്ല എന്നാണ് ഈ ഹർജിയിലെ വാദം. അടുത്ത റിപ്പോർട്ടിലേക്ക്. സ്വർണം വാങ്ങാൻ ഇരിക്കുന്നവർക്ക് ആശ്വാസം. സംസ്ഥാനത്ത് തുടർച്ചയായ 2ാം ദിവസവും സ്വർണ്ണവില കുറഞ്ഞിരിക്കുന്നു. ഗ്രാമിന് 90 രൂപയും പവന് 720 രൂപയുമാണ് ഇന്ന് കുറഞ്ഞത്. മാസങ്ങൾ നീണ്ട സ്വർണ്ണക്കുതിപ്പിന് ഇടവേള കുറിച്ചാണ് തുടർച്ചയായ വിലയിടിവ്.
സംസ്ഥാനത്ത് പവന് 2 ദിവസം കൊണ്ട് കുറഞ്ഞത് 1520 രൂപ. ഇന്ന് ഗ്രാമിന് 6640 രൂപയും പവന് 53,120 രൂപയുമാണ് വില. ഈ മാസം 20-നാണ് സ്വർണ്ണവില സർവകാല റെക്കോർഡ് ഭേദിച്ചത്. അന്ന് 55,120 രൂപയായി പവൻ വില ഉയർന്നു. കഴിഞ്ഞ 4 ദിവസം കൊണ്ട് പവന് 2000 രൂപ കുറഞ്ഞത് വിവാഹ ആവശ്യങ്ങൾക്കുൾപ്പെടെ സ്വർണം വാങ്ങുന്നവർക്ക് ആശ്വാസമായി. രാജ്യാന്തര ഘടകങ്ങളാണ് സ്വർണ്ണവിലയിലെ ചാഞ്ചാട്ടങ്ങൾക്ക് കാരണം. അമേരിക്കൻ ഫെഡറൽ റിസർവ് പലിശ ഉയർത്തുന്നതിലേക്ക് നീങ്ങുമെന്ന സൂചന വന്നതോടെ സ്വർണ്ണത്തിളക്കം കുറയാൻ തുടങ്ങി. നിക്ഷേപകർ സ്വർണത്തിൽ നിന്ന് ബോണ്ട് വാങ്ങലിലേക്കും ബാങ്ക് നിക്ഷേപങ്ങളിലേക്കും തിരിഞ്ഞത് സ്വർണത്തിന് തിരിച്ചടിയായി. പശ്ചിമേഷ്യയിലടക്കം സംഘർഷങ്ങൾക്ക് അയവ് വന്നതും സ്വർണ്ണവില കുറയാനിടയാക്കി. വിലക്കുറവ് കുറച്ചു ദിവസം തുടരാനാണ് സാധ്യതയെന്ന് വിലയിരുത്തലുണ്ട്. എന്നാൽ ഭൗമരാഷ്ട്രീയത്തിലടക്കം മാറ്റങ്ങളുണ്ടായാൽ സ്വർണ്ണവില വീണ്ടും കൂടിയേക്കും. വില കുറയുന്നത് ശ്രദ്ധിച്ച് അഡ്വാൻസ് ബുക്കിംഗ് നടത്തി ആഭരണ പർച്ചേസുകൾ നടത്താൻ ഉപഭോക്താക്കൾക്ക് നിർദ്ദേശം നൽകുകയാണ് വിദഗ്ധർ. ഫൈനാൻഷ്യൽ ഡെസ്ക് 24. നമ്മൾ നേരത്തെ കാറടുക്ക അഗ്രികൾച്ചറിസ്റ്റ് സൊസൈറ്റിയിലെ തട്ടിപ്പുമായി ബന്ധപ്പെട്ട വാർത്ത നൽകിയിരുന്നു. ആ വാർത്ത കണ്ട ആളുകളുടെ പ്രതികരണങ്ങൾ കൂടി വരുന്നുണ്ട്. എന്തിനാണ് ഇങ്ങനത്തെ പാവങ്ങളെ പറ്റിക്കുന്നത്? ഇങ്ങനെ പറ്റിച്ചു കൊണ്ടുവന്ന കാശുകൊണ്ട് അവർക്ക് സമാധാനമായിട്ട് ഇരിക്കാൻ കഴിയുമോ? കഷ്ടം, പാവം അമ്മമാർ എന്നാണ് ആശ പറയുന്നത്. വസന്തകുമാരിയും ഇവരെന്തിനാണ് ഇങ്ങനെ പറ്റിക്കുന്നത് എന്നുള്ള ആ പ്രതികരണം അറിയിക്കുന്നുണ്ട്. അടുത്ത റിപ്പോർട്ടിലേക്ക്. കേദാർനാഥിലേക്ക് തീർത്ഥാടകരുമായി പോയ ഹെലികോപ്റ്റർ യന്ത്ര തകരാറിനെ തുടർന്ന് അടിയന്തരമായി നിലത്തിറക്കി. തലനാരിഴയ്ക്കാണ് വൻ ദുരന്തം ഒഴിവായത്. കേദാർനാഥ് തീർത്ഥാടകരുമായി സിർസിൽ തിരിച്ച ഹെലികോപ്റ്ററാണ് രാവിലെ 7 മണിയോടെ അടിയന്തര ലാൻഡിംഗ് നടത്തിയത്. 6 തീർത്ഥാടകരാണ് ഹെലികോപ്റ്ററിൽ ഉണ്ടായിരുന്നത്. പറന്നുയർന്ന ഉടൻ തകരാർ കണ്ടെത്തിയതോടെ ഉടൻ നിലത്തിറക്കി. പൈലറ്റിന്റെ സമയോചിത ഇടപെടലാണ് വൻ ദുരന്തം ഒഴിവാക്കിയത്. ഹെലിപാഡിന് മീറ്ററുകൾക്കപ്പുറമാണ് ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്തത്. കെസ്ട്രൽ ഏവിയേഷൻ കമ്പനിയുടെ ലിയനാർഡോ A119 എന്ന ഹെലികോപ്റ്ററാണ് തകരാറിലായത്. തീർത്ഥാടകർ ദർശനം കഴിഞ്ഞ് മടങ്ങിയെന്നും വിഷയത്തിൽ അന്വേഷണം ആരംഭിച്ചെന്നും രുദ്രപ്രയാഗ് ജില്ലാ മജിസ്ട്രേറ്റ് സൗരഭ് ഗഹർവാൾ അറിയിച്ചു. ന്യൂസ് ഡെസ്ക് 24. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഒരിക്കൽ കൂടി ഗുഡ് ആഫ്റ്റർനൂണിലേക്ക് സ്വാഗതം. മുഖ്യമന്ത്രി പിണറായി വിജയന് ഇന്ന് 79ാം പിറന്നാൾ. പതിവ് പോലെ ഇത്തവണത്തെ പിറന്നാൾ ദിനത്തിനും ആഘോഷങ്ങൾ ഇല്ല. പിറന്നാൾ ദിനത്തിൽ മുഖ്യമന്ത്രി തലസ്ഥാന ജില്ലയിലുണ്ടാവും. മുൻവർഷങ്ങളിലേതുപോലെ ഇത്തവണയും ആഘോഷങ്ങളൊന്നുമില്ല. മന്ത്രിസഭായോഗമാണ് ഇന്നത്തെ പ്രധാന പരിപാടി. ചില പൊതുപരിപാടികളിലും മുഖ്യമന്ത്രി പങ്കെടുക്കും. മുഖ്യമന്ത്രിയുടെ കുടുംബവുമായി ഉൾപ്പെടെ ബന്ധപ്പെട്ട വിവാദങ്ങൾക്കിടെയാണ് പിറന്നാൾ ദിനം. മകളെ ഉന്നം വെച്ചുള്ള മാസപ്പടി വിവാദത്തിൽ കോടതിയിൽ നിന്ന് അനുകൂല വിധി ഉണ്ടായതിന്റെ ആശ്വാസം മുഖ്യമന്ത്രിക്കുണ്ട്. എന്നാൽ കുടുംബവും ഒന്നിച്ചുള്ള വിദേശയാത്രയുടെ പൊല്ലാപ്പ് അവസാനിച്ചിട്ടില്ല. വിവാദങ്ങൾ ഒരു വശത്ത് തുടരുമ്പോഴും അതിന് ചെവി കൊടുക്കാത്ത രീതിയാണ് മുഖ്യമന്ത്രിക്ക്. ഔദ്യോഗിക രേഖകൾ പ്രകാരം 1945 മാർച്ച് 21-നാണ് പിണറായി വിജയന്റെ പിറന്നാൾ. 1945 മെയ് 24-ലാണ് യഥാർത്ഥ ജന്മദിനമെന്ന് പിണറായി വിജയൻ തന്നെയാണ് അറിയിച്ചത്. 2016-ൽ 1ാം പിണറായി സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന്റെ തലേ ദിവസമാണ് മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തിയത്. പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി അധികാരത്തിലെത്തിയിട്ട് നാളെ 8 വർഷം പൂർത്തിയാക്കുന്നുവെന്ന പ്രത്യേകതയുമുണ്ട്. 24 തിരുവനന്തപുരം. ഇപ്പോൾ വരുന്നൊരു വാർത്തയിലേക്ക്. ലോകായുക്ത ചട്ടം ഭേദഗതി ചെയ്ത സർക്കാർ നടപടി ചോദ്യം ചെയ്ത് ഹൈക്കോടതിയിൽ ഹർജി. കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തലയാണ് ഹർജി നൽകിയത്. ഭേദഗതി ഭരണഘടനാപരമായി നിലനിൽക്കില്ല എന്ന് ഹർജിയിൽ പറയുന്നു. എസ് ശ്രീകാന്ത് കൊച്ചിയിൽ നിന്ന്. ശ്രീകാന്ത്, വിവരങ്ങൾ എന്തൊക്കെയാണ്? മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയാണ് ഈ വിഷയത്തിൽ ഇപ്പോൾ ഹർജി ഹൈക്കോടതിയിൽ നൽകിയിരിക്കുന്നത്. അഡ്വക്കേറ്റ് ജോർജ് പൂന്തോട്ടം വഴിയാണ് ഹർജി നൽകിയത്. ഇതിൽ പറയുന്നത് സർക്കാരിന്റെ നടപടി ചോദ്യം ചെയ്തുകൊണ്ടാണ്, ഈ ഭേദഗതി ബില്ല് ചോദ്യം ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ ഈ ഹർജി വന്നിട്ടുള്ളത്. നേരത്തെ ഗവർണർ ആ ബില്ല് തടഞ്ഞു വെക്കുകയും പിന്നീട് രാഷ്ട്രപതി അതിന് അംഗീകാരം നൽകുകയും ചെയ്തിരുന്നു. ഇത് ഭരണഘടനാപരമായി നിലനിൽക്കില്ല എന്നുള്ളതാണ് ഹർജിയിൽ ആരോപിക്കുന്നത്. അപ്പീലുകൾ പരിഗണിക്കാനുള്ള അധികാരം നിയമസഭയ്ക്കും സ്പീക്കർക്കും നൽകിയത് നീതിന്യായ സംവിധാനത്തിലേക്കുള്ള കടന്നുകയറ്റമാണ് എന്ന് ചൂണ്ടിക്കാണിക്കുന്നു. ഈ ലെജിസ്ലേച്ചറിനോ എക്സിക്യൂട്ടീവിനോ ഇത്തരത്തിലൊരു അധികാരം നിയമപരമായി ഭരണഘടനാപരമായി ഇല്ല എന്നുള്ളതാണ് ചൂണ്ടിക്കാണിക്കുന്നത്. സ്വതന്ത്ര നീതിന്യായ കോടതി പോലെ പ്രവർത്തിക്കേണ്ട സംവിധാനമാണ് ലോകായുക്ത എന്നും ചൂണ്ടിക്കാട്ടുന്നു. അതിന്റെ ലംഘനമാണ് ഉണ്ടായത് എന്നുള്ള കാര്യവും നിലവിൽ ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഹർജി ഒരു പക്ഷേ ഇന്ന് തന്നെ കേൾക്കാനുള്ള സാധ്യതയുണ്ട്. ഉന്മേഷ്. ശരി, എസ് ശ്രീകാന്താണ് കൊച്ചിയിൽ നിന്ന് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. സുജ വിമൽ പറയുന്നുണ്ട്. നമസ്കാരം സുജ. ഒരു സ്കൂൾ വിദ്യാർത്ഥിനിയാണ് താൻ. 24 എല്ലാവരുടെയും വാർത്താവതരണം ഇഷ്ടമാണ് എന്ന് പറയുന്നുണ്ട്. ഈ കമൻറ്റ് ഒഴിവാക്കൽ എന്നുകൂടി പറയുന്നുണ്ട്. ആ കമൻറ്റ് നമ്മൾ ഒഴിവാക്കിയിട്ടില്ല. എല്ലാവർക്കും വേണ്ടി ആ നല്ല കമൻറ്റിന് നന്ദി അറിയിക്കുകയാണ്. ഇനി നമ്മൾ പോകുന്നത് IPL വിശേഷങ്ങളിലേക്ക്.
IPL രണ്ടാം ക്വാളിഫയറിൽ ഇന്ന് രാജസ്ഥാൻ റോയൽസ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നേരിടും. രാത്രി 7:30 ചെന്നൈയിലാണ് മത്സരം. ചെന്നൈ ചെപ്പോക്ക് സ്റ്റേഡിയത്തിൽ നിന്ന് അനിൽ വാസുദേവ് ഇപ്പോൾ ചേരുന്നുണ്ട്. ഉന്മേഷ IPL രണ്ടാം ക്വാളിഫയർ മത്സരം തുടങ്ങാൻ ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. മലയാളി താരം സഞ്ജു സാംസന്റെ രാജസ്ഥാൻ റോയൽസും സൺറൈസേഴ്സ് ഹൈദരാബാദ് തമ്മിൽ ഏറ്റുമുട്ടുന്ന ഈ മത്സരം രാത്രി 7:30-ക്കാണ്. ഈ കാണുന്ന ചെക്പോക്ക് സ്റ്റേഡിയത്തിലാണ് മത്സരം നടക്കുക. ഇവിടെ വെച്ച് തന്നെയാണ് ഫൈനൽ പോരാട്ടം നോക്കുന്നത്. അതുകൊണ്ട് അതിനുള്ള ഒരുക്കങ്ങൾ കൂടി ഏതാണ്ട് പൂർത്തിയായി കഴിഞ്ഞെന്നു. അതിൻ്റെ ഒരുക്കങ്ങളൊക്കെ തന്നെ തകൃതിയായി നടക്കുന്നു. ഇന്നത്തെ മത്സരത്തിനായുള്ള എല്ലാ ഒരുക്കങ്ങളും സജ്ജമായെന്നാണ് അധികൃതർ അറിയിച്ചിട്ടുള്ളത്. എന്തായാലും ഒരു ആവേശകരമായ മത്സരം തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. RCBയെ തോൽപ്പിച്ചുകൊണ്ടാണ്, എലിമിനേറ്ററിൽ തോൽപ്പിച്ചുകൊണ്ടാണ് സഞ്ജുവിൻ്റെ രാജസ്ഥാൻ റോയൽസ് ക്വാളിഫയർ 2 യോഗ്യത നേടിയത്. ഒന്നാം ക്വാളിഫയറിലായിരുന്നു ഹൈദരാബാദ് മത്സരിച്ചത്, പക്ഷേ അതിൽ തോറ്റു. അവർക്ക് ഫൈനലിലെത്താൻ ഒരവസരം കൂടിയുണ്ട്. ഇന്നൊരു പക്ഷേ രാജസ്ഥാനെ തോൽപ്പിക്കുകയാണെങ്കിൽ വീണ്ടും കൊൽക്കത്തയെ നേരിടാനുള്ള ഒരവസരമുണ്ട്. കൊൽക്കത്ത ആദ്യ ക്വാളിഫയർ ജയിച്ച ഫൈനലിലേക്ക് മുന്നേറിക്കഴിഞ്ഞിരിക്കുന്നു. എന്തായാലും വലിയൊരു പോരാട്ടം തന്നെയായിരിക്കും ഇന്നുണ്ടാവുക എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഈ ചെന്നൈയുടെ ഒരു പിച്ചിനെ കുറിച്ച് പരിശോധിക്കുകയാണെങ്കിൽ സ്പിന്നർമാരെ തുണയ്ക്കുന്ന ഒരു പിച്ചാണ്. അപ്പോൾ ലോകോത്തര സ്പിന്നർമാരായിട്ടുള്ള അശ്വിനും അതുപോലെ തന്നെ ചഹലുമുള്ളത് ഒരുപക്ഷെ രാജസ്ഥാന് ഒരു അഡ്വാൻറ്റേജ് കൊടുക്കുന്നു. ഈ സ്വന്തം നാട്ടുകാരനാണ്, അല്ലെങ്കിൽ ഈ പിച്ചിനെ നന്നായി അറിയുന്ന താരമാണ് അശ്വിൻ. അതുകൊണ്ട് അശ്വിൻ്റെ ഒരു മാജിക് തന്നെ നമ്മൾ ഇന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഇതിന് ഹൈദരാബാദിൻ്റെ ഒരു മറുപടി എന്ന് പറയുന്നത്, അവരുടെ ടീമിൽ ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സ്പിന്നേഴ്സ് ഇല്ല, പക്ഷേ അവർക്ക് അതിനുള്ള മറുപടി ലോകോത്തര സ്പിന്നർമാരായിട്ടുള്ള 2 ഇതിഹാസ താരങ്ങളായിട്ടുള്ള മുത്തയ്യ മുരളീധരൻ അവരുടെ ബൗളിംഗ് പരിശീലകനാണ്. ഒപ്പം തന്നെ ഡാനിയൽ വെട്ടോറിയാണ് അവരുടെ മുഖ്യ പരിശീലകൻ. ഈ 2 ഇതിഹാസ സ്പിന്നർമാരുടെ തന്ത്രങ്ങളായിരിക്കും ഒരുപക്ഷെ ഹൈദരാബാദിനെ സഹായിക്കുക. ഇന്ന് അശ്വിനും ചഹലും എങ്ങനെ ട്രാവിസ് ഹെഡിനെയും അഭിഷേക് ശർമ്മയെയും പിടിച്ചു കെട്ടുന്നു എന്നതിനെ ആശ്രയിച്ചായിരിക്കും ഇന്നത്തെ മത്സരം ഉണ്ടാവുക. പാറ്റ് കമിൻസിൻ്റെ നേതൃത്വത്തിൽ നടന്ന ഹൈദരാബാദ്, പാറ്റ് കമിൻസിൻ്റെ സമീപകാലത്ത് ലോകകപ്പ് നേടിക്കൊടുത്തു, ഓസ്ട്രേലിയയ്ക്ക് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് നേടിക്കൊടുത്തു, ആഷസ് വിജയം നേടിക്കൊടുത്തു. അപ്പോൾ അവരുടെ ആ ഒരു പാറ്റ് കമിൻസിൻ്റെ ഒരു ജൈത്രയാത്രയിൽ IPLും കൂടി ഉണ്ടാവുമോ എന്നാണ് ആരാധകർ കാത്തിരിക്കുന്നത്. എന്തായാലും ഒരു ഉശിരൻ പോരാട്ടം തന്നെ നമ്മൾ ഇന്ന് പ്രതീക്ഷിക്കുന്നു. ചെന്നൈ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ആരാധകരുടെയൊക്കെ വലിയ കുറവുണ്ട്. എന്നാൽ മലയാളി പയ്യൻ സഞ്ജുവിനെ തേടി ആരാധകർ എത്തുമെന്നാണ് നമ്മൾ ഇന്ന് പ്രതീക്ഷിക്കുന്നത്. ഉഗ്രൻ മത്സരം, അതിൽ കുറഞ്ഞതൊന്നും തന്നെ ഇന്ന് ആരാധകർ പ്രതീക്ഷിക്കുന്നില്ല. ചെന്നൈ ചെക്പോക്ക് സ്റ്റേഡിയത്തിൽ നിന്ന് ശ്രീകാന്തിനൊപ്പം അനിൽ വാസുദേവ്, 24. ഇനി ഇപ്പോഴത്തെ കാലാവസ്ഥ സമർപ്പിക്കുന്നത് ബർജർ പെയിന്റ്സ് 100 years of trust. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, അപ്പോൾ ഇന്നത്തെ ഗുഡ് ആഫ്റ്റർനൂണിന്റെ സമയം പൂർത്തിയാവുകയാണ്.